ഗീതാസ് കിച്ചൺ. ഞാൻ ഗീത. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഡിസേർട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാം. അതിനുള്ള പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 8 സ്ലൈസസ് ബ്രെഡ് ഉണ്ട്. അത് ആദ്യമേ നമുക്ക് ബട്ടർ തൂത്ത് വെക്കണം. ഞാൻ ഓരോ സ്ലൈസിലും ബ്രെഡ് ബട്ടർ തേക്കുന്നുണ്ട്. ഇനി ഞാൻ തേച്ച എല്ലാ സ്ലൈസസും ഒന്ന് അടുക്കി വെച്ചിട്ട് അതിൻ്റെ അരികെ മുറിച്ച് കളയാൻ പോവാണ്. അരികെ മുറിച്ച് കളയണമെന്ന് വലിയ ആവശ്യമില്ല, പക്ഷെ ഒരു ഭംഗിക്ക് ഞാൻ അത് മുറിച്ച് കളയും. നമുക്കിത് ബേസ് ചെയ്യേണ്ട. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ടൊക്കെ സൂക്ഷിച്ചു നോക്കാം. എൻ്റെ അരികെ ഇങ്ങനെ സൈഡെല്ലാം മുറിച്ച ബ്രെഡ് ഇനി ഞാൻ ഓരോ ക്യൂബ്സ് ആക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ക്യൂബ്സ് ആക്കിയ എല്ലാ ബ്രെഡ് പീസസും ഇങ്ങനെ ഒന്ന് നിരത്തിയിടുക. അടുത്ത് ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് 3 മുട്ട പൊട്ടിച്ച ബോളിലിടാം. അതിനകത്തോട്ട് അരക്കപ്പ് ഷുഗർ ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ച് നമുക്ക് ഇതടിക്കാം. വിസ്ക് വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ നല്ലതായിട്ട് വെച്ചാൽ കുറച്ച് ഷുഗർ അങ്ങ് അലിഞ്ഞ് ചേരുന്നേരം വരെ നമുക്കിത് ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഞാൻ സോൾട്ടഡ് ബട്ടർ ഇട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് ശകലം സോൾട്ടും കിട്ടുന്നതല്ല. ഇനി ഇതിനകത്തോട്ട് 2.5 കപ്പ് പാലായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ മുട്ടയും പാലും ബ്രെഡും ഒക്കെ എപ്പോഴും എല്ലാ വീടുകളിലും കാണാമെന്നല്ലോ. അപ്പം പെട്ടെന്ന് നമുക്കൊരു ഡിസേർട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഈ കസ്റ്റർഡ് നമുക്ക് ഈ ബ്രെഡ് പീസസിനകത്തോട്ട് ഒഴിക്കണം. ഇതൊന്ന് കുറച്ച് നേരം സൂക്ക് ചെയ്യാൻ നമുക്കൊരു പാത്രം വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് വെക്കാം. അങ്ങനെ നമ്മൾ ആ കസ്റ്റർഡ് ഈ ബ്രെഡ് പീസസിൽ ഒഴിച്ചിട്ട് കുറച്ച് സൂക്ക് ചെയ്യാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം, ഒരു 10 മിനിറ്റ്. ഇനി നമുക്ക് ബേക്കിംഗ് ഡിഷ് എടുത്ത് ഇത് നല്ലതായിട്ട് ബട്ടർ ചെയ്ത് വെക്കാം. ഇത് ബേക്ക് ചെയ്യാനുള്ളതാണ്. ഇപ്പം അതിന് മുമ്പായിട്ട് ഞാൻ അവനും കൂടെ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ അവൻ പ്രീഹീറ്റ് ചെയ്ത് ഞാൻ ഒരു കുറച്ച് 10 മിനിറ്റായി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുഡിങ് നമുക്ക് എടുക്കുമ്പോൾ പറ്റി പിടിച്ചിരിക്കാതിരിക്കാനായിട്ടാണ് ഇത് ബട്ടർ ഇടുന്നത്. ഇനി നമുക്ക് 10 മിനിറ്റ് ആയല്ലോ നമ്മൾ ഇത് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ശകലം ഒന്ന് പൊട്ടിക്കാം, മുഴുവൻ പൊട്ടിക്കല്ലേ. ഇനി നമുക്കിടാനുള്ളത് കുറച്ച് ഞാൻ റേസിൻസും കിസ്മിസും ചെറിയ ചൂട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കാൻ സോഫ്റ്റ് ആകാനായിട്ട്. അത് ഇനി ഇതിനകത്തോട്ട് ഇടുവേ. കുറച്ച് ഇതിനകത്ത് ഇടാം, കുറച്ച് നമുക്ക് മേളിലും ഇടാം. റേസിൻസും കിസ്മിസും എല്ലാം കൂടെ ഒരു 1/2 കപ്പ് കാണും. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത ഈ ഡിഷിനകത്തോട്ട് ഇത് ഒഴിച്ചു വെക്കാം, മിക്സ്. ഇനി നമുക്ക് 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് അവനകത്ത് ഇത് ബേക്ക് ചെയ്യാൻ വെക്കണം. അതിന് മുമ്പേ ഒരു അലുമിനിയം ഫോയിൽ എടുത്ത് ഇതൊന്ന് പൊതിഞ്ഞ് വെക്കാം. ആദ്യം 20 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ അനദർ 20 മിനിറ്റ്സും കൂടെ തുറന്ന് വെച്ച് ബേക്ക് ചെയ്യണം. അപ്പം ഞാനിത് കവർ ചെയ്ത് ബേക്ക് ചെയ്യാൻ പോകാം. ഞാൻ ബേക്കിംഗ് അവനകത്ത് വെക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ 20 മിനിറ്റ്സ് വെച്ചു. ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് റേസിൻസും കുറച്ച് ബ്രൗൺ ഷുഗറും കൂടി ഇടാൻ പോവാണ്. എന്നുവെച്ചാൽ ബ്രൗൺ ഷുഗർ ഇടുമ്പോൾ ശരിക്കും ഒരു ബ്രൗൺ കളർ കിട്ടാനായിട്ട്. അത് കഴിഞ്ഞ് ഒരു 25 to 30 മിനിറ്റ്സ് നോക്കണം, സെറ്റായോ ഇല്ലോ നോക്കിയിട്ട് എടുക്കണം. ഇത് പകുതിയായിട്ടുള്ളൂ. അതിനകത്തൊരു കുറച്ച് റേസിൻസ് മേളിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഇടുക. ഇനി നമുക്ക് കുറച്ച് ബ്രൗൺ ഷുഗർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ ഡോട്ട്സ് പോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ബേക്ക് ചെയ്യണം.
ഇനി നമുക്ക് തിരിച്ച് ഇത് തുറന്ന് വെക്കണം. ഇനി തുറന്ന് ബേക്ക് ചെയ്യണം. ഞാൻ ബേക്ക് ചെയ്യാൻ പോവാണേ. അങ്ങനെ നമ്മുടെ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ആദ്യം 20 മിനിറ്റ്സ് വെച്ചു, പിന്നെ ഞാൻ ബ്രൗൺ ഷുഗറൊക്കെ ഇട്ട് ഒന്നും കൂടെ വെച്ചു, ഓപ്പൺ ആക്കി വെച്ചു. അങ്ങനെ 25 മിനിറ്റ്സും കൂടെ വെച്ച് അങ്ങനെ ടോട്ടൽ 45 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിനിഷ് പ്രോഡക്റ്റ് ആണ് ഇത്. ലൈറ്റ് ബ്രൗൺ സൈഡിലൊക്കെ കാണാം. പിന്നെ ഇത് ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ മുറിക്കുന്നുള്ളൂ. മുറിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഭയങ്കര ചൂടായത് കാരണം ചിലപ്പം നമ്മൾ എടുക്കുമ്പോൾ അത് ശരിയാകത്തില്ല. ഇച്ചിരി നല്ലതായിട്ട് ഒന്ന് തണുത്തോട്ടെ. ചെറിയ ചൂടോടെ ഞാൻ ചിലപ്പോൾ ഹോട്ട് പുഡിംഗ് ഇഷ്ടമാകുന്നവർക്ക് ചെറിയൊരു ചൂടോടെ ഞാൻ അങ്ങ് മുറിക്കും. അല്ലാത്തവർക്ക് കുറച്ച് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ടാണെങ്കിലും എടുത്താൽ മതി. ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് നമുക്ക് വേണേൽ പൗഡേർഡ് ഷുഗർ ഇടാം, അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പോ ചോക്ലേറ്റ് സോസ് എന്തെങ്കിലും ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് പുഡിംഗ് എല്ലാം റെഡിയായി. ഞാൻ സ്ലൈസ് ചെയ്തു. ടോപ്പിംഗ്സ് ഒന്നും ഇല്ലാതെ ഇത് നല്ല പുഡിംഗ് ആണ്. പിന്നെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഷുഗർ ഡസ്റ്റ് ചെയ്യോ, മേപ്പിൾ സിറപ്പ് ഒഴിക്കോ, അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസ് ഒഴിക്കോ, എന്ത് വേണ്ടിയോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒന്നും ഇല്ലെങ്കിൽ ഇത് നല്ലതാണ്, നല്ല സ്വീറ്റ് ആണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്ത ക്ലാസ് വരെ ദൈവം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.